ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി പോളയാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേണം. അതായത് 350 ഗ്രാം ബോൺലെസ് പീസ് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ സ്പൈസി മസാല, കുറച്ച് ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 വലിയ സവാളയും പൊടിയായി അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സായ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മസാല റെഡി ആയ ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോള ഉണ്ടാക്കാൻ പറ്റും. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയും 1 കപ്പ് മൈദാപ്പൊടിയും 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ 1/4 കപ്പ് മിൽക്കും ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം അരച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കണം. പിന്നെ ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുത്ത ബാറ്ററിന് ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെയ്തു വെച്ച മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം വെച്ച് ചിക്കൻ മാറ്റി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കാൻഡിഷ് ചെയ്താൽ ഒരു 20-25 മിനിറ്റിന് ശേഷം നമ്മൾ ഇറാനി പോള റെഡിയാകും. അപ്പോൾ ഇതിനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചൂട് ചായൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ.